മക്കളെ വിശ്വസിക്കുക, സത്യമാണ് ഈ പറയുന്നത്. പത്രോസ് നടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവന്റെ ശരീരത്ത് പതിക്കുവാൻ രോഗികൾ നോക്കി നിന്ന ഒരു ദൈവം, അല്ലെങ്കിൽ അതിന് ചേർന്ന തക്ക സൗകര്യങ്ങൾ കൊടുത്തൊരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 ഇതാണ് വചനം പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പിന്നീട് ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഹല്ലേലൂയ. സുവിശേഷവൽക്കരണവും സുവിശേഷകനും സാക്ഷിയും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. സുവിശേഷവൽക്കരണം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. സാക്ഷി എന്ന് പറയുന്നത് നിൽക്കുന്നിടത്ത് സാക്ഷിയാകുന്നവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ജെറുസലേം, സ്വന്തം നാട്, സ്വന്തം വീട്, ഇവിടെ നിന്നെ സാക്ഷിയാക്കുവാൻ ദൈവം ശക്തിയേകും. ചിലപ്പോൾ നിന്റെ തന്നെ വീട്. ഹല്ലേലൂയ. പിന്നെ അടുത്തത് ജെറുസലേമിലും യൂദയ നെയ്ബർ കൺട്രിയാണ്, തൊട്ടടുത്ത രാജ്യം. ഈ രാജ്യത്തേക്ക് ദൈവം നിന്നെ വിടും. വീണ്ടും സമരിയ, തൊട്ടടുത്ത എനിമി കൺട്രി, നിന്റെ ശത്രു, അവിടേക്ക്. പിന്നെ ലോകത്തിന്റെ അതിർത്തികൾ വരെയും ദൈവം നിന്നെ സാക്ഷിയാക്കും. ഹല്ലേലൂയ. മക്കളെ ഓർത്തുകൊള്ളുക, ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, എനിക്ക് 1 കിട്ടുന്നത് നിത്യജീവൻ, 2 എനിക്ക് അതോറിറ്റി, 3 ഒന്നിനെയും പതറാത്ത തരത്തിലുള്ള ഭയമെടുത്തു മാറ്റല്. ദൈവം തരുന്ന അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരെങ്കിലും ഒരു നല്ല ജോലിയോ ജോലി ഇല്ലാതെയോ ഇരിക്കുന്നുണ്ടെങ്കിൽ, നല്ല സമ്പത്തില്ലാതെയും ഇരിക്കുന്നുണ്ടെങ്കിൽ, എന്ത് നിന്നിലൂടെ കടന്നു പോകുന്നു, ദൈവം ചോദിക്കും നിന്റെ കയ്യിൽ എന്തുണ്ട്? വടിയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കുക. ഹല്ലേലൂയ. അല്ലയോ മക്കളെ, ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തെ അറിയിക്കുവാൻ മാത്രമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അറിയിക്കുക. ബൈബിളിൽ ഒറ്റ ഇൻസ്ട്രക്ഷൻ മാത്രമായിട്ട് കൊടുത്തിരിക്കുന്ന വചനമാണ് മത്തായിയുടെ പുസ്തകം 28:18 തൊട്ടുള്ള വാക്യങ്ങൾ. വചനം പറയുന്നത്, പോയി പറയണം യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല, സകലരെയും ശിക്ഷപ്പെടുത്തണം. അങ്ങനെ ചെയ്താൽ യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എന്നുവരെയാ? യുഗാന്തം വരെ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അറിയിക്കുന്ന ഒരു വ്യക്തി, ക്രിസ്തുവിനായി നിലനിൽക്കുന്ന ഒരു വ്യക്തി, യുഗാന്ത്യം വരെ അവനും അവന്റെ തലമുറകളും അവന്റെ കുഞ്ഞുങ്ങളും വേരറ്റുപോകാതെ യുഗാന്ത്യം വരെ കാത്തു നിൽക്കുവാൻ ദൈവം അഭിഷേകവും അനുഗ്രഹവും നൽകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിൽ വിശ്വസിക്കുന്നവന് മരണമില്ല, വിശ്വസിക്കുന്നവർ ഏറ്റുപാട്, യേശുവല്ലാതെ ഒരു ദൈവമില്ല എന്ന്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, തുടങ്ങാം. ദൈവത്തിന്റെ ആത്മാവോട് ചേർന്ന് തുടങ്ങാം. ദൈവം നിന്നെ നടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ഒരു അനുഭവം പറയാം. 3 മാസം മുമ്പ് ഞാനൊരു രാജ്യത്ത് ഇങ്ങനെ വചനം പറയുവാൻ ചെന്നൊരു സമയം, ഈ രാജ്യത്ത് വേറൊരു കമ്മ്യൂണിറ്റിയും വേറൊരു ജനവും ആയതുകൊണ്ട് ഒരു വളരെ പേടിയോടുകൂടിയാണ് അവിടെ നിന്നത്. ഭയം ഇങ്ങനെ ഉള്ളിൽ കയറി തുടങ്ങി. വചനം പറയുവാന് പള്ളിയുടെ സക്രാരിയുടെ മുകളിൽ സ്റ്റേജ് വെച്ചിട്ട് അവർ നോക്കി നിൽക്കുന്നു. ഇതുപോലെ ജനം എരച്ചു നിൽക്കുകയാണ്. എന്തു പറയണമെന്നറിയാതെ നിൽക്കുന്ന സമയം. എന്തു പറയുവാൻ വേണ്ടി കണ്ണടച്ചപ്പോൾ പറയുവാനൊന്നും കിട്ടുന്നില്ല. ആകെ ഉള്ളിലൊരു കലുകലിപ്പ്. ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞവൻ കൂടെ ഇല്ലേ എന്നുള്ളൊരു തോന്നല്. ഏതായാലും വലതുകരം ഉയർത്തി നിൽക്കുന്ന സമയത്ത് അവിടെ എപ്പോഴും ഒരു പാട്ട് കേട്ടു. ആ കമ്മ്യൂണിറ്റി ഒരു പാട്ട് പാടി. സകല രാജ്യങ്ങളിലും സകല ദേശങ്ങളിലും സകല മഹത്വങ്ങൾക്കും മഹത്വമായി നിൽക്കുന്ന യേശുവിനെ കുറിച്ച് ഒരു പാട്ട് അവരിങ്ങനെ പാടിത്തുടങ്ങി. ഈ സമയത്ത് ദൂരെ വാതിലൂടെ 2 കാലും ഒടിഞ്ഞിട്ട് 2 കൈകളിലും സ്ട്രെച്ചസുമായിട്ട് നടന്നു വരുന്ന ഒരു ചൈനീസ് ഒരാളിനെ ഞാൻ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കി. ഏതായാലും ഇവിടെ നിന്ന് ആരാധന ചെയ്യുവാൻ പറ്റുന്നില്ല. ആളുകൾ പാട്ടുപാടുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇദ്ദേഹത്തിനൊരു സീറ്റെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ നേരെ ഇങ്ങനെ പള്ളിക്ക് നടുവിലൂടെ, ബ്രൂണയിൽ ആകെ 2 പള്ളിയേ ഉള്ളൂ, ആ പള്ളിയുടെ നടുവിലൂടെ നടന്ന് അങ്ങ് ചെന്നപ്പോഴ് നമ്മൾ ആനവാതിൽ എന്ന് പറയുന്ന സ്ഥലത്തൂടെ ആ മകൻ പയ്യെ ഇത് വെച്ച് തുള്ളി മുകളിൽ കയറി. ഞാൻ ചെന്നിട്ട് കൈ കൊടുക്കാൻ നോക്കിയപ്പോഴ് 2 കൈയിലും ഈ സ്ട്രെച്ചസ് ആണ്. കൊടുക്കുവാൻ എന്റെ കയ്യിൽ ഈ കൈ കൊടുത്താൽ മേടിക്കാൻ പറ്റില്ല. ഏതായാലും ഒരു കാര്യം ചെയ്തു. ഒരു സ്ട്രെച്ചസ് എടുത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചു. ഒരു കൈ കൊണ്ട് അവന്റെ കൈ പിടിച്ചു. അടുത്ത സ്ട്രെച്ചസും അവനിങ്ങനെ നടക്കാൻ പറ്റുന്നില്ല. അത് 2ഉം ഞാൻ ഇങ്ങനെ പിടിച്ചു. കൈ കൊടുക്കാൻ നോക്കി, നടന്നില്ല. ഏതായാലും ഞാനൊന്നും അറിയാതെ ഇങ്ങനെ അവനെ ചേർത്ത് പിടിച്ച് നടക്കുന്നതായി എനിക്ക് തോന്നി. എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. ഈ വ്യക്തി 2 കൈകളും പിടിച്ച് ജീസസ് എന്ന് വിളിച്ചുകൊണ്ട് പയ്യെ ആളുകളുടെ നടുവിലൂടെ 2 കാലും നേരെയായി ജനത്തിന്റെ നടുവിലേക്ക്. വിശ്വസിക്കുക, ക്രിസ്തു എന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ കണ്ടതില് ഏറ്റവും സുന്ദരനായവൻ, ഞാൻ കണ്ടതില് ഏറ്റവും മഹോന്നതനായവൻ, ഞാൻ കണ്ടതില് ഏറ്റവും പരിശുദ്ധനായവൻ, ഞാൻ കണ്ടതില് എന്നെ ഒരിക്കലും കൈവിടാത്തവൻ, ഞാൻ കണ്ടതില് ഏറ്റവും അനുകമ്പയുള്ളവൻ, ഞാൻ കണ്ടതില്
ഏറ്റവും കരുണയുള്ളവൻ, ഞാൻ കണ്ടതിൽ ഏറ്റവും ഏറ്റവും മഹത്വമുള്ളവൻ അവനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഈ ജനത്തിന്റെ മുന്നിൽ നിന്ന് പറയുകയാണ്, യേശുവല്ലാതെ മറ്റൊരു ദൈവം നമ്മൾക്കില്ല. മക്കളെ, സമയം കളയരുത്, ഇറങ്ങണം. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് യേശു ക്രിസ്തുവാണ് എങ്കിൽ രോഗശാന്തി പുറകെ വരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നൊരു തീരുമാനമെടുക്കണം. മോശയെ പോലെ കൊട്ടാരവും സകലതും ഉപേക്ഷിച്ച് കയ്യിൽ അവസാന സമ്പത്ത് ഒരു വടി മാത്രമുണ്ട്. അവൻ പറഞ്ഞു, എന്റെ ഒന്നുമില്ല. വടി കയ്യിലെടുത്തു കൊടുത്ത് അവൻ നടന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, അവൻ അവിടെ വെച്ച് തുടങ്ങി. വടി നീട്ടി ചെങ്കടൽ പകുക്കപ്പെട്ടു. ഹല്ലേലൂയ. വടി നീട്ടി ചെങ്കടൽ പകുക്കപ്പെട്ടു. അല്ലയോ മകനെ, കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അഭിഷേകവും അനുഗ്രഹവും നിന്റെ പുറകെ ഓടിവരും. ഹല്ലേലൂയ. നിങ്ങൾ കാണരുത്, വെറും ഒരു മനുഷ്യൻ മാത്രമല്ല യേശു ക്രിസ്തു. മകനെ, സൃഷ്ടിയുടെ സമയത്ത് കൂടെ നിന്നവൻ, അബ്രഹാമിൽ നിന്ന് ദശാംശം മേടിച്ച മെൽക്കീസെദെക്ക്, പിതാവായ ദൈവത്തിന്റെ അടുത്ത് മോശ മഹത്വം കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്ന പാറ. ഹല്ലേലൂയ. ഈ പാറയിൽ വീട് പണിതാൽ നിനക്ക് എന്റെ മഹത്വം കാണാമെന്ന് പറഞ്ഞ അല്ലയോ ജനമേ, യേശുക്രിസ്തുവാകുന്ന പാറമേൽ കേറി നിൽക്ക്, ദൈവത്തിന്റെ മഹത്വം കാണാം. ഹല്ലേലൂയ. ക്രിസ്തു 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 ക്രിസ്തുവല്ലാതെ മറ്റൊന്നുമില്ല. നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് വലിയ രോഗശാന്തി നൽകി വലിയ ചിരിപ്പിച്ച് വിടാനാണെങ്കിൽ തെറ്റി. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് ഇന്ന് നിന്റെ പെസഹായുടെ ദിവസമാ. പാദങ്ങൾ കഴുകി അഭിഷേകം ചെയ്ത് വെയിൽ വെച്ച് നടക്കുകയാണ്. പിന്നെ പാസ്പോർട്ടിൽ നിന്ന് പാസ്പോർട്ടിലേക്ക്, രാജ്യത്തിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, ദേശത്തിൽ നിന്ന് ദേശങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും ദൈവത്തിനായി നിൽക്കുവാൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? മക്കളെ, ഒരുങ്ങാൻ പോവുകയാണ്, അഭിഷേകത്തിന് ഒരുങ്ങുകയാണ്. എന്റെ ദൈവം ഇന്നെന്നെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. ഈ പാദങ്ങളിൽ വെയിൽ വെച്ച് ഞാൻ നടക്കാൻ പോകുകയാണ്. ദൈവം എന്നെ കൈവെടിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്യാൻസർ വന്നാലും രോഗം വന്നാലും ദൈവം എന്നെ കൈവെടിയത്തില്ല. അഭിഷേകത്തിനായി നമുക്ക് ഒരുങ്ങാം. കണ്ണുകൾ അടച്ചേ. നാഥാ, ഞാൻ റെഡിയായി കഴിഞ്ഞു. എനിക്ക് ഇന്ന് തൊട്ട് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. എന്തെന്റെ കയ്യിലുണ്ടോ ഇന്ന് തൊട്ട് അവയെല്ലാം എന്റെ യേശുവിന്. എന്റെ വീട് എന്റെ ദൈവത്തിന്, എന്റെ ബിസിനസ് എന്റെ ദൈവത്തിന്, എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ദൈവത്തിന്, എന്റെ സ്വരം എന്റെ ദൈവത്തിന്, എന്റെ സൗന്ദര്യങ്ങൾ എന്റെ ദൈവത്തിന്. എനിക്ക് എന്തുണ്ടോ അവയെല്ലാം യേശുവിനായി നൽകുകയാണ്. എന്ത് ചെയ്യും ഞാൻ? പകരം എന്ത് ചെയ്യുന്നതാ നിനക്കായി ഞാൻ? ഏകും ഞാൻ എന്റെ ഹൃദയം ദൈവത്തിനായി കൊടുക്ക. ദൈവരാജ്യം പടുത്തുയർത്തുവാൻ ഒരു തീരുമാനമെടുക്കാം. കൈകളിങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച്, കർത്താവിന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവിക ശക്തിയെ അനുഗ്രഹത്തിന്റെ വഴികളിലൂടെ കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച്, എല്ലാരും ചേർന്ന് സ്തുതിച്ച് അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങിക്ക്. ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി വരുന്ന സമയമാ. എല്ലാരും ഒന്ന് സ്തുതിച്ച്, സ്തുതിച്ച് ഒന്ന് സ്തുതിച്ച് എല്ലാരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിഗീതങ്ങൾ ഉയരട്ടെ. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേൽക്കുക. ദൈവ തിരുസന്നിധിയിൽ ജീവിക്കുന്ന ദൈവത്തിന് മുൻപ് ഹല്ലേലൂയ. സ്തുതിഗീതങ്ങൾ ഉയരട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ,
യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ ആശ്രയിച്ചപ്പോ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ ആശ്രയിച്ചപ്പോ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. ഈ പ്രോഗ്രാം 3 ദിവസമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓ, ഈ പ്രോഗ്രാമില് സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച കാര്യം? ഏറ്റവും കൂടുതൽ സ്പർശിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഒത്തിരി നാളായി. എങ്കിലും എനിക്ക് എന്താ പറയാ, വീണ്ടും തിരിച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് കുറ്റബോധം തോന്നാറുണ്ട്. ഈ പ്രോഗ്രാംസിലൂടെ എങ്ങനെ തിരിച്ചു ദൈവത്തിലേക്ക് കൂടുതൽ ക്ലോസ് ആയിട്ട് വരാമെന്നും എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം എന്നൊക്കെയുള്ളൊരു ബോധ്യം വന്നു. ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. വേർഡ് ഓഫ് ഗോഡിനെ കുറിച്ച് കൂടുതൽ അറിയാനും എല്ലാം പറ്റുന്നുണ്ട്. ആത്മീയമായൊരു ഉണർവിന് ഈ 3 ദിവസത്തെ ഫയർ കോൺഫറൻസ് സിസ്റ്ററിനെ സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ ബീയിങ് എ മിഷണറി എന്നുള്ള നമ്മളുടെ ആ ഇന്നത്തെ ഏറ്റവും വലിയ വാക്യം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് സുവിശേഷം എത്തിക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രാം സിസ്റ്ററിനെ സഹായിച്ചു? തീർച്ചയായും. ഞാൻ അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞു. എനിക്ക് ഒത്തിരി അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ഞാൻ ഈ 3 ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചതും അതിനുവേണ്ടി തന്നെയാണ്. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ബ്രദറിന്റെ പേരെന്താ? എന്റെ പേര് സിബി എന്നാണ്. ബ്രദർ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ പരിപാടി അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു? 3 ദിവസമായിട്ടും പരിപാടി അറ്റൻഡ് ചെയ്ത്. കഴിഞ്ഞ കൊല്ലം 2 ദിവസം അറ്റൻഡ് ചെയ്തായിരുന്നു. ഇപ്പൊ ഇന്ന് 3 ദിവസം അറ്റൻഡ് ചെയ്തു. നല്ലൊരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ബ്രദറിന് പ്രത്യേകിച്ച് ഒരു അനുഭവം, എടുത്തു പറയാത്തക്ക അനുഭവം ഉണ്ടായിരുന്നത്? ഒത്തിരിയേറെ ആത്മീയമായി വളരുവാൻ സാധിക്കും. പിന്നെ വചനത്തെ കുറിച്ചൊക്കെ ഒത്തിരി ആഴമായി ഉൾക്കൊള്ളാൻ സാധിച്ച് ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഒത്തിരി നമ്മളെങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പോകണം. പണ്ട് നേരത്തെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പൊ വന്നപ്പോഴേക്കും തമ്പുരാനിലൊരു നല്ലൊരു മാറ്റം കണ്ടു. ഈ 3 ദിവസം കൂടെ വളരെ ഡെഫിനറ്റ്ലി ഒത്തിരി ചേഞ്ച് ആയ പോലെ തോന്നുന്നു. ലൈഫിലും എല്ലാ ഇതിലും ഒത്തിരി പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരി അനുഭവം വരുന്നുണ്ട്. ഈ വചന പ്രഘോഷണം, വചനം സേവിച്ചതിന് ശേഷം ജീവിതത്തിൽ പ്രത്യേകിച്ച് നല്ല മാറ്റത്തിലൂടെ ജീവിക്കാനുള്ള കൃപ ലഭിച്ചതായിട്ട് വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും 100% വിശ്വാസമുണ്ട്. ജീസസ് നമ്മുടെ രക്ഷകനും ആണെന്നുള്ള പ്രത്യേക ബോധ്യത്താൽ ജീവിതം മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പ്രത്യാശ ലഭിച്ചു അല്ലേ? തീർച്ചയായിട്ടും. രക്ഷകൻ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷയില്ല എന്ന് ഏറ്റുപറയുകയാണ്. താങ്ക് യു ബ്രദർ. പ്രൈസ് ലോർഡ്. നിങ്ങൾ കുടുംബമായിട്ട് ഈ പ്രോഗ്രാം കൂടുന്നുണ്ടായിരുന്നു? ഇല്ല, ഞാനും വരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രോഗ്രാമിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ധ്യാനത്തെ പറ്റി നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. നല്ലൊരു അനുഭവമുണ്ട്.
പ്രത്യേകമായ എന്തെങ്കിലും വ്യക്തിപരമായ ഒരു അനുഭവമോ ഒരു ഹീലിംഗോ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ ഉണ്ടായോ? ധാരാളം ഉണ്ടായി. ദൈവം തൊട്ടു എന്നുള്ള ബോധ്യമുണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടിയിട്ടുണ്ട്? തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രോഗ്രാം എല്ലാ ദിവസവും ബ്രദർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പ്രോഗ്രാമിനെ പറ്റി ബ്രദറിന്റെ അഭിപ്രായം എന്താ? എക്സലന്റ് പ്രോഗ്രാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം പങ്കെടുക്കുന്നത്. ആത്മീയമായിട്ട് ബ്രദറിന് ഒരു ഉണർവ് തരുവാനായിട്ട് ഈ പ്രോഗ്രാം സഹായിച്ചിട്ടുണ്ടോ? ഒത്തിരി മേഖലകളിൽ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുവാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ പയ്യപ്പള്ളിയച്ഛന്റെ ടോക്ക് റിയലി ഇറ്റ് വാസ് ഇംപ്രസീവ്. ബ്രദറിന് എന്തെങ്കിലും ഹീലിംഗോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ ഒരു ചേഞ്ച് ഈ പ്രോഗ്രാം ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി കൂടുതൽ വേല ചെയ്യണം എന്നുള്ള തോന്നലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടായി? ഇന്നത്തെ ആ ടോക്കിനോടുകൂടി ഒരു പ്രചോദനം ഉണ്ടായിരുന്നു ദൈവത്തിന് വേണ്ടി വേല ചെയ്യാനായിട്ട്. ഓക്കെ. ഇവിടുത്തെ ഭക്ഷണവും മറ്റ് ക്രമീകരണങ്ങളെ പറ്റി ബ്രദറിന്റെ അഭിപ്രായം എന്താ? This is more than sufficient. Praise the Lord. അൽത്താരയില്ലാത്മബലിയാ അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. അൽത്താരയില്ലാത്മബലിയാ അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്തറുത്തും ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്തറുത്തും എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയേക എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയേക. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഒരു വർഷം ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കാനും കൃതജ്ഞത അർപ്പിക്കാനും സ്നേഹത്തോടുകൂടി പിതാവായ ദൈവത്തിനോടൊപ്പം ആയിരിക്കാനും സഭാ സമൂഹം ഒന്നാകെ ആഘോഷമായിട്ടുള്ള ആരാധന അർപ്പിക്കാനായിട്ട് ദൈവം നമുക്ക് അവസരമൊരുക്കി. നമുക്കെല്ലാവരും കൂടി ചേർന്ന് ബലിയിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും ദൈവത്തിന് പരസ്യ ആരാധന നൽകി നമ്മളെ തന്നെ വിശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുചെല്ലുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. ചിതരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അണച്ചീടാ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ
അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുതലെ പോലെ ഭൂമിയിൽ വാണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. പാടും അനുദിനമങ്ങേ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നെന്നും. പാദനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മൂടിയോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെ നാഥ എന്നേക്കും. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.
പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാവട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ നാളും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6 വാക്യങ്ങൾ 47 മുതൽ. സത്യം സത്യവുമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ
ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും പഠിക്കുകയും വിശുദ്ധ കുർബാനയിൽ നിന്നും ആവോളം അനുഗ്രഹങ്ങളും കൃപയും വരപ്രസാദവും ഒക്കെ നേടിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു. വത്തിക്കാൻ കൗൺസിൽ ലക്ഷ്യം വെക്കുന്ന 2 ലക്ഷ്യങ്ങൾ. വിശുദ്ധ കുർബാനയുടെ ലക്ഷ്യം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പഠനങ്ങൾ നൽകുന്നത് കൗൺസിൽ സിനഡിലൂടെയാണ്. ഇത് ഏറ്റവും അവസാനം നടത്തപ്പെട്ട സിനഡ് കൗൺസിൽ 2ാം വത്തിക്കാൻ കൗൺസിലാണ്. 1962 മുതൽ 65 വരെ ആണ് 2ാം വത്തിക്കാൻ കൗൺസിൽ നടന്നത്. ഒരുപക്ഷെ ഷാർജ സെന്റ് മൈക്കിൾസിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു വകുപ്പാണ് എല്ലാ ആഴ്ചയിലും നമുക്ക് മലയാളം കുർബാന ഉള്ളതെന്ന്. എല്ലാ ആഴ്ചയിലും മലയാളം കുർബാന ഉള്ളത്, അതും എല്ലാ ആഴ്ചയിലും 3 തരത്തിലുള്ള കുർബാനയും മാറി മാറി ഉള്ള ഏക കത്തോലിക്ക ദേവാലയം UAE-യിലുള്ളത് ഷാർജയിലാണ്. പിന്നെ റസൽ ഖൈമേൽ ഉണ്ട് ഒരു പരിധിവരെ, ജബലലിലും ഒരു പരിധിവരെ ഉണ്ട്. അപ്പോൾ ദുബൈക്കാരും മറ്റു ആൾക്കാരും ഒക്കെ ഇങ്ങനെ തുറന്നു ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ മലയാളികൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ 30-40 വർഷം അടിച്ചവർ, ചിലവര് സെഞ്ചുറി അടിക്കാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, അർദ്ധ സെഞ്ചുറി അടിക്കാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കാണും. പക്ഷേ ദൈവത്തിന് ആരാധന കൊടുക്കാൻ, പരസ്യമായിട്ട് ആരാധന കൊടുക്കാൻ, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താനും നമ്മളെ വിശുദ്ധീകരിക്കുവാനായിട്ട് നൽകപ്പെടുന്ന അവസരങ്ങൾ നമ്മൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ അവസരത്തിൽ ദിവ്യകാരുണ്യത്തിന് മാത്രമേ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും വിചാര മേഖലകളെയും ഭൗതിക വൈജ്ഞാനിക തലങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അന്നേരം ഈ ഒരു ബോധ്യത്തിൽ ദിവ്യബലിയിൽ പങ്കെടുക്കണം. എപ്പോ അവസരം കിട്ടിയാലും ഓടിപ്പോയി കുർബാന കാണണം. അഭിമാനപൂർവം പോയി ദിവ്യബലിയിൽ പങ്കുവിട്ട് ദിവ്യകാരുണ്യത്തിലൂടെ ആ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആ പിതാവായ ദൈവത്തിന്റെ കരുതല്, ആ കവിഞ്ഞൊഴുകല്, നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ആ അനുഭവത്തിൽ നമ്മൾ ആവോളം അനുഭവിച്ച് മൃഷ്ടാന്ന ഭോജനം അടഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്കും ഫ്ളാറ്റിലേക്കും ഓഫീസിലേക്കും പോകാനായിട്ട് നമുക്ക് സാധിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമ്മതിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലധികാരികൾ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങൾ, അപേക്ഷകൾ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മളെ വിശുദ്ധീകരിച്ച് ഒരിക്കൽ കൂടി പുതിയ സൃഷ്ടിയായിട്ട് മാറാൻ ലഭിച്ച ഈ ദിനം, ഈ മണിക്കൂർ, ഈ നിമിഷം പുണ്യ മുഹൂർത്തമായിട്ട് നമുക്ക് കരുതാം. ദൈവത്തെ മുഖാമുഖം ദർശിക്കുവാനും ദൈവത്തിന്റെ സാന്നിധ്യം ദിവ്യ കാരുണ്യത്തിലൂടെ അനുഭവിച്ച് ജീവന്റെ തുടുപ്പായിട്ട്, ജീവന്റെ സജീവ സാക്ഷ്യമായിട്ട് ലോകർക്ക് മുഴുവൻ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ മക്കൾക്കും അനുഭവേദ്യമാകുന്ന രീതിയിൽ ഇത് സാക്ഷ്യം നൽകാനായിട്ട് ഈ ബലി നമുക്ക് സഹായമായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കാഴ്ചകളും നമ്മുടെ അപേക്ഷകളും യാചനകളും പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ മക്കൾക്കടുത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി മൗനമായിട്ട് നമുക്ക് അവതരിപ്പിക്കാം. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. താതനും അതുപോലാത്മജനും
ദിവ്യരുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും ആമേനാമേ. സുതരുടെ പ്രേഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേ. മർത്തോമായെയും നീണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു. വൃതരെല്ലാരും നിൻ മഹിരോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്ഥിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങളിൽ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവേൻ. സർവനാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാം ദിവരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നും കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു.